കാത്തിരിക്കാണ് ഇവിടെ. പറയണ്ടേ എവിടെയാണ്? ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why, in fact, I took my decision to arrange the marriage. കൂടാണ്ട് വന്നിട്ട് പരിപാടി ഒരു നാട്ടുകാര്യം പറയാണ്. ഇത് എത്ര പേരാണ് ഇവിടെ കേൾക്കാൻ? എപ്പോഴാണ് തുടങ്ങുക? ഇവരൊക്കെ അവർ കേൾക്കാൻ വേണ്ടി ഇരിക്കല്ലേ. പാലക്കാട് നിന്ന് വന്നിട്ട് നമ്മൾക്ക് പാലക്കാടുകാരുടെ അഭിമാനം കാക്കണം അത്രേ. ഒരു വകതിരിവില്ലാത്ത മലയാളി. അത് ബിയെ ഒക്കെ പാലയാണ്, പാലക്കാടില്ലേ. നമുക്ക് പാലയുണ്ട്, കാടുണ്ട്. അതാണ് അപ്പൊ ഈ ചാത്തൻ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളെ പോലെയുള്ള സാധാ ആൾക്കാരുടെ അടുത്തൊക്കെ സംസാരിക്കണമെങ്കിൽ അവർ കമ്മ്യൂണിക്കേഷൻ നമുക്ക് തരുന്നത് ഇവിടെ ഉള്ള കുളത്തിലും അതുപോലെ കിണറിലൊക്കെ രാത്രി നേരത്ത് കല്ലെറിയും. ക്ലിങ് ക്ലിങ്. സത്യം പറ, ഞാൻ പോയി അന്വേഷിക്കും. എന്നാ 100ഓളം വരും. അപ്പൊ ഈ കല്ല് നിന്ന് വീട്ടുകാരായി നമ്മൾ മനസ്സിലാക്കണം എന്തോ ചാത്തന് പറയാണ്ട് കേട്ടാ എന്നുള്ളത്. നമ്മൾ അതിന്ന് വേണം മനസ്സിലാക്കാൻ. സംഭവം ഈ അന്ധവിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും എന്റെ വീട്ടില് കക്കൂസ് ഉണ്ടായിരുന്നില്ല. ഞാനും എന്റെ അനിയനും കുറച്ച് അഭിമാനികളായതുകൊണ്ട് ഞങ്ങൾ എല്ലാരും ഉറങ്ങിയ എന്റെ വീടിന്റെ നീ ഇവിടെ ഞങ്ങളോടാ തൊട്ടടുത്തൊരു പൊട്ടക്കുളം ഉണ്ട്. അതിന്റെ മുകളിൽ കൂടെ ഒരു സീമക്കൊന്നന്റെ മരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ അങ്ങോട്ട് കേറിയിട്ട് 10 മണിക്ക് ഒരു അട്ടിരിപ്പ് അങ്ങോട്ട് ഇരിക്കും. എന്താ സുഖം എന്നറിയോളൂ. ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞു. എന്റെ അനിയൻ ഫസ്റ്റ് ഇനി ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ എന്റെ ഊഴയില്ലേ, ഞാനങ്ങോട്ട് വിട്ടങ്ങോട്ട് കൊടുത്തു. ഒരൊറ്റ ഓട്ടോടി. ഞാനെല്ലാം കണ്ടു. എന്താടാ ബൊന്തേല് മഞ്ഞ വെള്ളം പാടത്തും പറമ്പത്തും ഒക്കെയായി ഞങ്ങളുടെ കലാപരിപാടിയും. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും, നിങ്ങൾ വേണ്ട ഏതെങ്കിലും ഒരാള് പാടത്തോ പറമ്പത്തോ പോയി ഇരുന്നിട്ടുണ്ടോ? എന്താ സുഖം എന്നറിയാം. ആ കാറ്റ് ഇതൊക്കെ പോട്ടെ, പുല്ലിന്റെ തലോടല് അതാ കെട്ടിച്ചൂട്ടത് 7ാമത്തെ നിലന്റെ മുകളിൽ ഫ്ലാറ്റിക്കേ. ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ പിടിച്ചിരുന്നു, സെക്കൻഡ് ഡേ പിടിച്ചിരുന്നു. 3ാമത്തെ ദിവസം എന്റെ കെട്ടിയും ചോദിച്ചു, നിനക്ക് ബാത്റൂമിലൊന്നും പോണ്ടേ? വേണ്ട, ഒരു ദിവസം കൂളായിട്ട് പിടിച്ചിരിക്കുന്നു. ഏട്ടോ, ഞാനൊരു കാര്യം പറയുന്നോണ്ട് നിങ്ങക്ക് വിഷമം തോന്നരുത്. എന്താ നീ പറ. എനിക്ക് ഈ കാറ്റും വിളിച്ചും പോട്ടെ, ഈ പുല്ലിന്റെ തലോടലില്ലാണ്ട് എനിക്ക് പോവാൻ പറ്റുള്ള ആള് ഒരക്ഷരം മിണ്ടിയില്ല. ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. കടന്നു പോകും. ഞാൻ ബാത്റൂമിൽ പോയ